പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 9-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമാണ്. ഈ പകൽ നമ്മളെ കൈപിടിച്ച് കർത്താവ് നടത്തുമെന്ന വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഈ പകൽക്കാലം ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്താണ്ട് കർത്താവിൻ്റെ ആ മഹത്വത്തിനകത്ത് നമ്മളെ ഈ പകൽക്കാലം സൂക്ഷിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ തിങ്കളാഴ്ച ദിവസം ദൈവിക വെളിപ്പാടുകളുടെ ദിവസമായി മാറട്ടെ, ദൈവിക സന്തോഷത്തിൻ്റെ ദിവസമായി മാറട്ടെ, ദൈവിക സമാധാനത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു. ആമേൻ ആമേൻ. 73-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാമത്തെ വാക്ക്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. 73-ന്റെ 28. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. കർത്താവിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഇവരെ മുദ്ര വെക്കുന്നു. ഈ പകൽക്കാലം അങ്ങയുടെ തിരുരക്തത്തിൻ മറവിൽ സൂക്ഷിക്കണം. ഒരനർത്ഥം അവർക്ക് ഭവിക്കാതെ, ഒരു ബാധ അവരുടെ കൂടാരത്തിൽ കയറാതെ, അവരുടെ സകല വഴികളിലും കാപ്പാൻ അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദുഷ്ടൻ്റെതായ സകല പ്ലാനുകളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. കർത്താവേ, മാനസികമായ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയും സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, കാഫ് മസിൽസിന് പെയിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കാലിൻ്റെ വണ്ണയ്ക്ക് വേദനയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കാൽവണ്ണയുടെ വേദന മാറട്ടെ. അത്ഭുതകരമായി ആമേൻ ആരോഗ്യത്തോടെ നടക്കുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ, ചുമ മുതലായ ബുദ്ധിമുട്ടുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയ്ക്കകത്തുള്ള ഭാരം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ലോൺ എടുത്തു, അത് അടയ്ക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതി കർത്താവ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വിട്ടു, ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാതിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതിന്മേലൊരു അത്ഭുതം നടക്കട്ടെ. ഞങ്ങൾ ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ലോകത്തെമ്പാടും ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ലോകവ്യാപകമായി കാണുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ അഭിഷക്ത ദാസന്മാരെ ഉപയോഗിക്കണം. അങ്ങയുടെ സഭയെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്ന് കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ ആമേൻ മുൻപോട്ട് കൊണ്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. യോഹന്നാൻ പത്മോസിൽ കടന്നുകൊണ്ട്, ആമേൻ, പത്മോസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. യോഹന്നാനെ നാട് കടത്തിയിരിക്കുകയാണ് പത്മോസ് എന്ന സ്ഥലത്തിലേക്ക്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറാണ്. അതായത് തന്നെ കുറ്റവാളികളെ ഇടുന്ന സ്ഥലത്ത്, അതായത് ശിക്ഷയുടെ ഭാഗമായി
ഒറ്റപ്പെടുത്തി കളഞ്ഞു ഇടുന്ന സ്ഥലമാണ് പത്മോസ് എന്ന് പറയുന്നത്. അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ മടങ്ങി വരാറില്ല, അവിടെ തന്നെ കിടന്ന് മരിച്ചു പോകുന്ന ഒരനുഭവമാണ്. ഭയങ്കര ഒരു ഐസൊലേഷനിലാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നു, കുടുംബാംഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നു, ശുശ്രൂഷകളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നു. അപ്പം ഒന്നുമില്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന അനുഭവം. ആരും സഹായിക്കാനില്ല, ആരും എൻകറേജ് ചെയ്യാനില്ല, കൂട്ടായ്മയില്ല, ബന്ധങ്ങളില്ല. ഉള്ളത് കൊടും കുറ്റവാളികളുടെ നടുവിൽ, അല്ലെങ്കിൽ ക്ഷുദ്രജീവികളുടെ നടുവിൽ കിടക്കുന്ന യോഹന്നാൻ പറയുന്നു, കർത്താവിൻ്റെ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനമായ കാര്യമല്ല. പക്ഷേ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ആത്മാവിൽ ജീവിക്കുവാൻ, ആത്മാവിൽ നിറയുവാൻ കഴിയും. നമുക്കറിയാം, ഈ പത്മോസിൻ്റെ അനുഭവം യോഹന്നാനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഏകാന്തത യോഹന്നാനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പണിഷ്മെൻറ്റും മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്നവർ കൊടും കുറ്റവാളികളാണ്, അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹം എന്താണ് തീരുമാനിച്ചത്? അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അല്ല ചിന്തിച്ചത്. അദ്ദേഹം ആത്മാവിൻ്റെ നിറവിൽ അങ്ങ് ആകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്താണ് ഈ ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യമുണ്ടാകുക, പരിശുദ്ധാത്മാവിനാൽ ഇൻഫ്ലുവൻസ് ആകുക, അല്ലെങ്കിൽ സ്വർഗീയ സാന്നിധ്യം, സ്വർഗത്തെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യം. താൻ ഇന്നായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമല്ല, താൻ ആയിരിക്കുന്നത് ഭയങ്കര കഠിന ശോധനകളുടെ നടുവില്ല, അതിനെക്കുറിച്ചുള്ള ബോധ്യമല്ല, മറിച്ചോ സ്വർഗീയ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം, യേശുവിനെക്കുറിച്ചുള്ള ബോധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരുവാൻ ഇടയായി. എന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണൽ സ്റ്റേജ് അല്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന അനുഭവമല്ല, അല്ലെങ്കിൽ ചർച്ചനകത്തിരിക്കുന്നു എന്നുള്ള അനുഭവമല്ല, മറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിതനായി തീർന്നു. എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിതനായി തീർന്നു എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലത്തെ വിശ്വാസികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾ പറയും, ഓ ബ്രദറെ, ഇപ്പോൾ എനിക്ക് കൊണ്ട് പ്രാർത്ഥിക്കാനൊരു മൂഡില്ല, എന്നാ പറയുന്നത്, ഞാൻ ഭയങ്കര ടയേർഡാണ്, അല്ലെങ്കിൽ ഇപ്പം നിരാശയാണ്, പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുന്നില്ല, ഞാൻ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് കർത്താവ് എൻ്റെ കാര്യങ്ങൾക്കൊന്നും മറുപടി വന്നില്ല, നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം അറിയത്തില്ല, അതുകൊണ്ട് ഇനി ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിരാശനായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുവാ? ഏത് വേദനകളുടെ നടുവിലും, ഏത് ഒറ്റപ്പെടലുകളുടെ നടുവിലും, ഏത് വലിയ ജീവിത പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ആത്മാവിൽ നിറയുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആത്മീക ജീവിതമെന്ന് പറയുന്നത് ഈ നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആത്മീക ജീവിതം നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഏത് സാഹചര്യത്തിലും ആത്മാവിൽ നിറയണമെന്ന് പറയുന്നത്? ആത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണ് യോഹന്നാൻ ആത്മാവിൻ്റെ നിറവിലാണ് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ എല്ലാ പേജുകളും എഴുതുവാൻ ആ ആത്മാവിൻ്റെ നിറവിൽ പത്മോസിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പം എന്താ സംഭവിച്ചത്? ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഇല്ലെങ്കിലോ സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം, അവിടെ പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കാം. പിന്നെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബലം വന്നത്. ഹല്ലേലൂയ, തൻ്റെ ശാരീരികമായി താൻ ടയേർഡാണ്, മാനസികമായി താൻ ടയേർഡാണ്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ താൻ ആത്മീകമായി ശക്തി പ്രാപിച്ചതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതാൻ കഴിഞ്ഞത്. പിന്നെ ആത്മാവിൻ്റെ നിയോഗങ്ങൾ ലഭിക്കുന്ന എവിടെയാണ്? ഡയറക്ഷൻസ് വരുന്ന എവിടെയാണ്? ആത്മാവിൽ നിറയുമ്പോഴാണ്. സ്തോത്രം, സ്തോത്രം. അപ്പം ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കണം. സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ചുറ്റുപാടുകളുടെ നടുവിലായിക്കോട്ടെ, പരിശുദ്ധാത്മാവുമായിട്ട് ആ ബന്ധത്തിൽ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ദൈവിക വചനത്തിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെയും നമ്മൾ ആരോട് ചേർന്ന് നടക്കണം? കർത്താവിനോട് ചേർന്ന് നടക്കണം. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത്. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ എന്താകണം? ആത്മാവിൻ്റെ നിറവിലായിരിക്കണം. എത്ര വില കൂടിയ ഫോണാണെങ്കിൽ അടുത്ത സിഗ്നൽ ഇല്ലെങ്കിൽ ഒരു കോൾ പോലും വരികയില്ല. ഇതുപോലെ നമ്മൾ ആരും ആയിക്കോട്ടെ, ആത്മാവിനാൽ കണക്റ്റഡ് അല്ല എങ്കിൽ സ്വർഗീയമായ അനുഭവങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. ഓഫീസിലാണെങ്കിലും ആശുപത്രി കിടക്കകളിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലാണെങ്കിലും ആരോട് കണക്റ്റഡ് ആയിരിക്കണം? കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തിയാട്ടെ. കർത്താവെ, ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ആത്മനിറവിൽ ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് ഒന്ന് സഹായിക്കണം. ഏത് മക്കളാണെങ്കിലും അവരായിരിക്കുന്ന അവസ്ഥയിൽ ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ,
പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് തന്നെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ മുന്നേറട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ. ദൈവിക ആമേൻ അനുഭവങ്ങൾ അനുഭവിക്കട്ടെ. ആമേൻ. സ്വർഗീയമായ ഡയറക്ഷനുകൾ പ്രാപിക്കട്ടെ. എല്ലാ നിരാശകളുടെ നടുവിലും ദൈവിക പ്രത്യാശ കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. ഏത് സാഹചര്യത്തിലും ആത്മാവിൽ നിറയുക. അങ്ങനെ മുന്നേറുക. ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ് മറക്കരുത് കേട്ടോ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ.